ഇന്നലെ വൈകിട്ട് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനൊക്കെ പോയതായിരുന്നേ. അപ്പം കുഞ്ഞിനുമുത്ത് തിരിച്ചു വന്നപ്പോഴത്തേനും നല്ല ഉറക്കം കയറിയാണ് കേട്ടോ വന്നത്. അപ്പോൾ കിച്ചണൊക്കെ ദേ ഈ പരുവത്തിലാക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ അങ്ങനെ കാണുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. ഞാൻ എന്നും മൊത്തം അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് എല്ലാം നീറ്റാക്കിയിട്ട് കിടന്നുറങ്ങാറുള്ളത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്കിങ്ങനെ അലമ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനുമുത്തിനെ അവിടെ ഒന്ന് അടക്കി ഇരുത്തിയിട്ട് വേണം എനിക്ക് പോയി പണികളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ സോപ്പൊക്കെ ഇട്ട് അവിടെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഇരുത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവന് ഇഷ്ടമുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നേ. അപ്പോൾ കുഞ്ഞിനുമുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാതെയാണ് സത്യം പറഞ്ഞാൽ കിടന്നത്. നേരത്തെ കഴിച്ചിട്ട് കിടന്നേ. അപ്പോൾ കിച്ചൺ ഞാൻ ഒരു വിധത്തിലൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി ചെയ്ത് തീർക്കൂട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അൻവിക്കുട്ടിയും കൂടി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും കഷ്ടമായിരിക്കും. നമ്മുടെ കിച്ചൺ നല്ല എല്ലാ സ്ഥലങ്ങളും നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടുകളൊക്കെ അറിയാലോ. നമുക്ക് എന്തോരം അടുക്കി പെറുക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണും. അതിങ്ങനെ എൻ്റെ തലയ്ക്കകത്തിരുന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ജോലികളായിരിക്കും കേട്ടോ. മനസ്സിലിങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ ഇപ്പോൾ കിച്ചൺ നീറ്റായിട്ടില്ലേ. കുഞ്ഞിനെക്കൊണ്ട് അച്ഛൻ്റെ ഫോണാണെങ്കിലേ രാവിലെ തന്നെ കുഞ്ഞിനെക്കൂട്ടം വന്നതേ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ആൾ ഇങ്ങനെ നിരങ്ങി എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലെ അവൻ നടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസം തമ്പുരുവിൻ്റെ മുറിയിൽ വരെയും പോയി കട്ടിലേക്ക് കയറി കിടന്നു കേട്ടോ ആൾ. അപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലേന്ന് ഇറങ്ങി വന്നിട്ട് ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. അവിടെ നിന്ന് എടുത്ത് ആൾ കടിച്ചു പൊട്ടിച്ചേ. അപ്പോൾ ഇന്നലെ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ വീതം വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ ആൾ അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ ഈ കുഞ്ഞിനെക്കൊണ്ട് അച്ഛനോട് പറഞ്ഞു, ബാ നമുക്ക് ഞാൻ ചുവന്ന റോസാപ്പൂ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പറ്റിച്ചുവിട്ട ആൾ പറിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അതിൽ പിടിച്ച് നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വെറുതെ നിന്നാണ് കേട്ടോ. നമ്മുടെ റോസിൽ നല്ല പൂവുണ്ടായിട്ടുണ്ട്. കറക്റ്റ് വാലന്റൈൻസ് ഡേ ആയപ്പോഴത്തേനും നല്ല റെഡ് റോസ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 റോസയിൽ വിരിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനുമുത്തിനാണെങ്കിൽ കുളിച്ചിട്ട് വന്നപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ വെയിൽ കൊള്ളിക്കാമെന്ന് പറഞ്ഞിട്ട് റോസപ്പൂ ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് മണത്ത് നോക്കടാമെന്ന് പറഞ്ഞപ്പോൾ പോയി മണത്ത് നോക്കുന്നതാണ് കാണുന്നത്.